നമസ്കാരം. വളരെ വിചിത്രമായ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ പോകുന്നത്. ഈ അടുത്ത സമയത്ത് നടന്ന രണ്ട് കൊലപാതകങ്ങൾ. ഒന്ന്, ഒരു സ്കൂൾ കുട്ടിയെ അവൻ്റെ സഹപാഠികൾ എല്ലാം കൂടി ചേർന്ന് കൊലപ്പെടുത്തി. രണ്ട്, അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ബന്ധുക്കളടക്കം അനുജനടക്കം 5 പേരെ കൊലപ്പെടുത്തിയത്. ഈ രണ്ട് കൊലപാതകങ്ങൾ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളെല്ലാം കൂടി പ്രതിസ്ഥാനത്ത് കൊണ്ടു നിർത്തിയ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് സിനിമ. ആദ്യത്തേത് ലഹരിയാണ്, രണ്ടാമത്തേത് സിനിമയാണ്. അപ്പോൾ ലഹരിയും സിനിമയും മൂലമാണ് കുട്ടികൾ അക്രമാസക്തരായിട്ട് മാറുന്നതെന്ന് ആരൊക്കെയോ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. അഫാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ അക്രമം നടത്തിയതും അവനൊരു കൊലയാളിയായിട്ട് മാറിയതും അവൻ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടോ അവൻ സിനിമ കണ്ടത് കൊണ്ടോ അല്ല, മറിച്ച് അവൻ്റെ വീട്ടിലെ ദുസ്സഹമായ സാഹചര്യം മൂലമാണ്. ആ സാഹചര്യത്തിന് അവന് പ്രചോദനമായത്, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് പ്രചോദനമായത് സിനിമകളല്ല, മറിച്ച് അവരുടെ തന്നെ അറിവില്ലായ്മയോ അഹങ്കാരമോ ഒക്കെയാണ്. ജീവിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി അതിൽ നിന്നേ ജീവിക്കാവൂ എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ കൺസെപ്റ്റാണ്. ഏത് വ്യക്തിക്കും അറിയാം, നമ്മൾ അധ്വാനിച്ച് വേണം ജീവിക്കാൻ. ഇരന്ന് തിന്നാൻ പാടില്ല. മറ്റുള്ളവൻ്റെ പക്കൽ നിന്നും കടം വാങ്ങി ജീവിക്കാൻ പാടില്ല. ഒരാളുടെ പക്കൽ നിന്നും കടം വാങ്ങിയോ ദാനം വാങ്ങിയോ ജീവിക്കാൻ പാടില്ല. ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കണം. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പാകിസ്ഥാനിയെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് ഒരു കൈയേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു കൈ നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അയാൾ ആ ഒരു കൈ ഉപയോഗിച്ച് ഉന്തുവണ്ടി വലിച്ച് സാധനങ്ങൾ പലയിടത്തും കൊണ്ടു കൊടുത്തൊരു മാർക്കറ്റിലാണ് അങ്ങനെ ജീവിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന ചായക്കടയിൽ അയാളും വന്നിരുന്ന് കഴിക്കാറുണ്ട്. അങ്ങനെയാണ് അയാളെ ഞാൻ കണ്ടത്. അപ്പോൾ അയാളൊരു വികലാംഗനായിട്ട് കൂടി അധ്വാനിച്ച് ജീവിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ അഫാനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പയ്യനാണ്, 5 പേരെ കൊല്ലാൻ തക്ക കരുത്തുള്ളവനാണ്. അവന് ജോലി കിട്ടില്ലേ? അവന് ജോലി കിട്ടും. പക്ഷേ അവനും അവൻ്റെ ഉമ്മയും അവൻ്റെ വാപ്പയും ഒക്കെ കടം വാങ്ങി ജീവിക്കാൻ ശീലിച്ചവരും അത്തരം ശീലത്തിൽ അങ്ങ് മുങ്ങിപ്പോയവരുമാണ്. ഒരു കടം കൊടുക്കാൻ ഇല്ലാതെ വരുമ്പോൾ മറ്റൊരാളുടെ പക്കൽ നിന്നും കടമെടുക്കുക, കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ വീണ്ടും കടമെടുക്കുക, കടമെടുത്ത് ആർഭാടത്തോടെ ജീവിക്കുക. എന്നിട്ട് ഒടുവിൽ നിലയില്ലാ കയത്തിൽ എത്തിപ്പെട്ട് ഉള്ള മാനം മുഴുവൻ പോയി മാനസിക സമ്മർദ്ദത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തി ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഭ്രാന്ത് പിടിച്ചാണ് ആ പയ്യൻ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിപ്പെട്ടത്. ചില ആൾക്കാർ പോയി ആത്മഹത്യ ചെയ്യും. ഇവൻ നേരെ മറിച്ച് കൊലപാതകത്തിലേക്കാണ് പോയത്. അതവൻ സിനിമ കണ്ടിട്ടോ ലഹരി ഉപയോഗിച്ചിട്ടോ സംഭവിച്ചതല്ല. അവൻ്റെ വീട്ടുകാർ പണം ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവരും കടം വാങ്ങി ജീവിക്കരുത് എന്ന സിമ്പിൾ തിയറി അറിയാൻ വയ്യാത്തവരും ആയിപ്പോയത് കൊണ്ട് സംഭവിച്ചതാണ്. മറ്റൊരു സംഭവം നമ്മൾ കണ്ടത്, ഒരു സ്കൂൾ കുട്ടിയെ അവൻ്റെ തന്നെ സമപ്രായക്കാരായിട്ടുള്ള മറ്റു ചില സ്കൂൾ കുട്ടികൾ ചേർന്ന് കൊലപ്പെടുത്തുന്നതാണ്. അതും ലഹരി ഉപയോഗം മൂലമാണെന്നും സിനിമ കണ്ടിട്ടാണെന്നും ചിലരങ്ങ് വിധി എഴുതി. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ സാഹചര്യമെന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നത് സിനിമയാണ്. ഒരു കുട്ടി സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് സിനിമയാണ്, അതിൽ കാണിക്കുന്നതൊക്കെ ഫിക്ഷനാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവനുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും ആ അറിവുണ്ട്, ഇല്ലാത്തവരാരും തന്നെയില്ല. ആ അറിവുണ്ടെങ്കിൽ പോലും സിനിമയിൽ കാണിക്കുന്ന ചില സീനുകൾ കുട്ടികളെ സ്വാധീനിക്കും. ഇപ്പോൾ നായകൻ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്നതും അല്ലെങ്കിൽ പ്രേമിക്കാൻ പോകുന്നതും അടിപിടി ഉണ്ടാക്കുന്നതുമൊക്കെ കുട്ടികളെ സ്വാധീനിക്കും. ചില കുട്ടികളൊക്കെ അത് അനുകരിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമയിൽ ഒരാളെ നായകൻ കൊന്നു എന്നതിൻ്റെ പേരിൽ ഈ കുട്ടി ആരെങ്കിലും പോയി കൊല്ലും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ചില വലിയ ക്രിമിനലുകൾ സിനിമകളിൽ കാണിക്കുന്ന ആശയങ്ങൾ അവരുടെ ക്രൈം നടത്താനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അവർ കുട്ടികളൊന്നുമല്ല. ഇപ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ പ്രായമായവർ ചെയ്തതാണ്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ചെയ്തതാണ്. ഇവിടെ കുട്ടികൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവരതിൽ ആകർഷിക്കപ്പെടും. സിനിമയിലെ നായകൻ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കാൻ ശ്രമിക്കും. പക്ഷേ അത് കണ്ടിട്ട് അവരാരെയും പോയി കൊല്ലത്തൊന്നുമില്ല, ഒരിക്കലും കൊല്ലുകയില്ല. കൊല്ലണമെങ്കിൽ അതിന് മറ്റ് കാരണങ്ങൾ വേണം. അക്രമം കാണിക്കണമെങ്കിൽ അതിന് മറ്റ് കാരണം വേണം. അങ്ങനെ നമ്മൾ അക്രമം കാണിക്കാനുള്ള ഒരു കാരണം തേടിപ്പോയി കഴിഞ്ഞാൽ, അതായത് ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ പുറത്തുള്ളൊരു കാരണം തേടിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ സിനിമ ലഹരിയാണെന്നല്ലോ പറയുന്നത്,
അങ്ങനെ നമ്മൾ അത്തരത്തിലുള്ളൊരു കാരണം തേടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്നത്. നമ്മൾ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കണ്ണൂരിൽ എത്ര പേരാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല. വെട്ടിയും കുത്തിയും ബോംബിട്ടുമൊക്കെ എത്ര പേര്, എത്ര ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ നേരെ നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാർ സമര ആഭാസത്തിൻ്റെ പേരിൽ എന്തെല്ലാം സാധനങ്ങൾ അടിച്ചു നശിപ്പിച്ചിട്ടുണ്ട്. പൊതുമുതൽ എത്രയധികം തകർത്തിട്ടുണ്ട്. എത്ര KSRTC വണ്ടികൾ ഇവർ കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്, കാറുകൾ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്, ഹർത്താൽ ദിനത്തിൽ ഓടുന്ന വാഹനങ്ങൾ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവശരാക്കിയിട്ടുണ്ട്. ഹർത്താൽ ദിനത്തിൽ ഒരു കട തുറന്നു കഴിഞ്ഞാൽ കടക്കാരനെ ചെന്ന് സംഘം ചേർന്ന് ഇവരടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ എത്രയോ പേരെ അടിച്ച് വികലാംഗരാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അവർ ചെയ്തത് സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരും അവരുടെ അണികളും ചേർന്ന് നടത്തുന്ന അക്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ നിയന്ത്രണം വേണമെന്നുണ്ടെങ്കിൽ അത് സിനിമയ്ക്കല്ല. സിനിമ വെറും കലാരൂപമാണ്. സിനിമ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാണ് കഥയുണ്ടാക്കുന്നത്. അവർ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നേരെ കാണിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ, ഒരു സർക്കാർ ജനങ്ങളെ ചതിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കുന്ന സിനിമാക്കാർ അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടുള്ളത് സിനിമകളിലൂടെയാണ്. നമ്മുടെ മന്ത്രിമാരൊക്കെ എങ്ങനെയാണ് ഭരിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് ഇവിടെ അഴിമതി നടക്കുന്നത് എന്നുള്ളതൊക്കെ നിരവധി സിനിമകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സിനിമക്കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാരണവശാലും ശരി, സിനിമകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ പാടില്ല. സിനിമ കാണാൻ പോകുന്ന വ്യക്തിക്ക് അത് സിനിമയാണ് എന്നറിയാം. അതങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാണുന്നത്. എന്നാൽ നേരിൽ കാണുന്ന ഒരു കൊലപാതകം, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സ്വന്തം കൺമുന്നിലിട്ട് ഒരാളെ വെട്ടിക്കൊല്ലുന്നത് കാണുമ്പോൾ അത് ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടാക്കുന്ന സ്വാധീനം എത്ര ഭീകരമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ തന്നെ ഒന്ന് കണക്കൂട്ടി നോക്കുക. നമ്മുടെ നാട്ടിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നത് സിനിമകളാണോ അതോ ഇവിടുത്തെ രാഷ്ട്രീയമാണോ? ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിലേക്ക് സ്വാധീനിച്ച് ആകർഷിച്ചിട്ട് അവരുടെ ആ ചോരത്തിളപ്പ് മുതലാക്കി അവരെ കൊണ്ട് അക്രമം നടത്തിപ്പിച്ചിട്ട് അവരെ പിന്നീട് കേസുകളിൽ മറ്റും പോലീസ് പിടികൂടുമ്പോൾ അവർക്ക് പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം പോയി അവരിലെ അക്രമവാസന വീണ്ടും പ്രോത്സാഹിപ്പിച്ച് നിന്നെ അടിച്ചവനോട് നീ ഇനി പകരം ചോദിക്കണം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് വീണ്ടും അക്രമം പ്രവർത്തിപ്പിക്കുന്നത്, നേരിട്ടിറങ്ങി പ്രവർത്തിപ്പിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ നാറിയ രാഷ്ട്രീയ പ്രവർത്തന രീതി അവസാനിപ്പിക്കാതെ നമ്മുടെ നാട് രക്ഷപ്പെടില്ല. അക്രമത്തിൽ നിന്നും അവർ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും പിന്തിരിയും. കാരണം അവരാണ് അക്രമം പ്രോത്സാഹിപ്പിക്കുന്നത്. പഴയ കാലത്ത് ഒറ്റപ്പെട്ട ഗുണ്ടകളുണ്ടായിരുന്നു. അതായത് ഓരോ നാട്ടിലും കുറേ ചട്ടമ്പികൾ കാണും. അവരൊക്കെ അവരുടെ സ്വന്തം മസിൽ പവറിലാണ് കളിക്കുന്നത്. അവരുടെ പിന്നിൽ വേറെ ആരുമില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒറ്റ ചട്ടമ്പിയെ കാണാൻ പറ്റില്ല. ഇന്നുള്ളതെല്ലാം സംഘങ്ങളാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് തല്ലാനോ പിടിക്കാനോ ധൈര്യമുള്ളവരാരുമില്ല. സംഘം ചേർന്ന് മാത്രമേ അവർക്ക് പറ്റൂ. 5, 6, 10, 15 പേര് ചേർന്ന് ഒറ്റയ്ക്ക് പോകുന്നിടത്തിനെ ആക്രമിക്കുക. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദുർബലരായിട്ടുള്ള ഒരു കൂട്ടം ജനമായിട്ട് ഇന്നത്തെ ആൾക്കാർ മാറിക്കഴിഞ്ഞു. പഴയ കാലത്തെ ആൾക്കാർ ആയുധം ഉപയോഗിച്ചാൽ ആക്രമിക്കില്ല, കൈകൊണ്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇന്നാണെങ്കിൽ ആക്രമിക്കാൻ പോകുന്നതിന് കൈകൊണ്ട് അടിക്കാൻ വയ്യ, അവൻ്റെ കയ്യിൽ വെട്ടുകത്തി, വടിവാള്, ചുറ്റിക, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണും. അപ്പോൾ ഇത്തരത്തിലേക്ക് ഇവരെ ആക്കിയെടുക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്, രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നന്നാവണം. അവർ പൂർണ്ണമായിട്ടും അക്രമം വെടിയണം. പൊതുമുതൽ നശിപ്പിക്കുന്നത് അവർ നിർത്തലാക്കണം. ഹർത്താലിൻ്റെ പേരിൽ അവർ ആഭാസങ്ങൾ കാണിക്കാൻ പാടില്ല, സമര ആഭാസങ്ങൾ കാണിക്കാൻ പാടില്ല. ഈ ഒരു സമയത്ത് ഇവിടുത്തെ CPM എന്ന് പറയുന്ന പാർട്ടി റോഡ് തടഞ്ഞ് എന്തോ ഒരു സമ്മേളനം നടത്തിയതും ഹൈക്കോടതി ഇടപെട്ടതെന്ന് നമുക്കറിയാം. ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടികൾ ഞങ്ങൾക്ക് എന്താ റോഡ് തടഞ്ഞാൽ ഞങ്ങളും റോഡ് തടയും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ട് നന്നാകേണ്ടത് സിനിമയല്ല. സിനിമകൾക്ക് യാതൊരു കുഴപ്പവുമില്ല. സിനിമകൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും കൊടുക്കണം. അവരവർക്ക് ഇഷ്ടമുള്ളത് കാണിച്ചോട്ടെ. അത് സിനിമയാണെന്നും അഭിനയമാണെന്നും ഇന്നത്തെ എല്ലാ കുട്ടികൾക്കും അറിയാം. സിനിമകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അതിൻ്റെ പിന്നിലെ പ്രവർത്തനമൊക്കെ അറിയാൻ വയ്യാത്ത കുട്ടികളൊന്നും ഇന്നത്തെ കാലത്ത് അതെല്ലാം അറിയാനുള്ള വഴികളുണ്ട്. അതുകൊണ്ട് സിനിമകൾ അവരെ വഴിതെറ്റിക്കില്ല. വഴിതെറ്റിക്കുന്നത്
യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയ പാർട്ടികളാണ് നന്നാകേണ്ടത്, അവരാണ്.